ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ച് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ മില്ലറ്റ് വെച്ചിട്ട്, അതായത് ഞാൻ ചാമയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചാമ വെച്ചിട്ട് ഒരു കേർഡ് റൈസാണ് ഞാനിവിടെ ആക്കുന്നത്. അപ്പോൾ ചാമ നമ്മൾ തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെക്കണം, കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തൈരാണ്, കട്ടി തൈര്. അതുപോലെ ഇതിനെ കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചച്ചീരയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം പച്ചച്ചീര, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഒരു ചെറിയ വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, താളിപ്പിന് വേണ്ട കടുക്, ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ. ഓക്കെ, അപ്പം നമ്മൾ പച്ചച്ചീര ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അടുപ്പ് വെച്ചിട്ട് അതിലൊരു കുക്കർ വെച്ചിട്ട് ഈ ചാമ ആദ്യം ഇതിലേക്ക് മാറ്റുക. അപ്പോൾ ഞാൻ ഒരാൾക്കുള്ള ചാമയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് ചാമയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കും. എന്താ വെച്ചാൽ നമുക്ക് കേർഡ് റൈസ് ആയതുകൊണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി പറയുന്നത് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്, നമുക്ക് കട്ടി ചോറ് പോലെ അല്ല വേണ്ടത്. അത് കാരണം കുറച്ച് നല്ലോണം വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ഉപ്പിടുന്നുണ്ട്. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്, അതൊരു ഹെൽത്തി വേർഷനാണ്. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് അടച്ചിട്ട് ഒരു 3 വിസിൽ നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ 3 വിസിൽ കുക്ക് ചെയ്യാൻ വെച്ചു. അതേസമയം നമുക്ക് പാരലായിട്ട് നമ്മുടെ പച്ചച്ചീരയും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഇതുപോലെ ചീര ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചാമ ഇവിടെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിലാവുമ്പോൾ ഞാൻ ഈ ചാമേനെ ഇവിടുന്ന് മാറ്റിയിട്ട് ഇതിലേക്ക്, ഈ അടുപ്പിലേക്ക് തന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഈ പാനിലേക്ക് നമ്മൾ ഈ അരിഞ്ഞിരിക്കുന്ന പച്ചച്ചീര ഇട്ട് കൊടുക്കാം. ഇത് നമ്മളൊന്ന് ഈ ചീര കുക്ക് ചെയ്തെടുക്കുക വേണ്ടത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടെടുക്കുക, അധികം ഉപ്പ് വേണ്ട, കാരണം നമ്മൾ ചോറിലിപ്പിട്ടിട്ടുണ്ടല്ലോ ഉപ്പ്. അപ്പോൾ ഇച്ചിരി ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമ്മൾ അതൊന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ പച്ചച്ചീര പെട്ടെന്ന് വെന്ത് വരും. ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് വെന്ത് വരും. അപ്പം നമ്മളിങ്ങനെ വേവിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ചിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പൊടി പോലെ അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പച്ചച്ചീരയുടെ ആ പച്ച ചൊവയൊക്കെ ഒന്ന് മാറും. പച്ചച്ചീര കൂടുതൽ പേർക്കും അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്, അപ്പോൾ അതും മാറും. പിന്നെ നമ്മുടെ ഗട്ടിന്, നമ്മളെ വയറിന് വളരെ നല്ലതാണ് വെളുത്തുള്ളി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കുക ഇത് ചെയ്തിട്ട്. അപ്പം നമ്മുടെ ചോറ്, നമ്മുടെ ചീര എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് താളിപ്പാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനകത്തേക്ക് നമ്മൾ കടുകിടുക. അതേപോലെ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത ചീരയും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഇതെല്ലാം മിക്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമ്മൾ ഈ വേവിച്ച ചാമ, കണ്ടോ, ചാമയുടെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കുറച്ച് ഫ്ലോയി ആയിട്ടാണ് നമുക്ക് വേണ്ടത് കേർഡ് റൈസ് ആക്കുമ്പോൾ സ്പെഷ്യലി. അപ്പോൾ ഞാനിങ്ങനെ ഇത് ഈ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നല്ല കട്ടി തൈര് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. ഈ ഫുൾ തൈര് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചായിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഫുള്ള് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ആ കട്ടി തൈര് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം താളിച്ച് വെച്ച ഈ ചീര, ഇഞ്ചി, പച്ചമുളകൊക്കെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കളർഫുള്ളുമാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയുമാണ്. അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ആ ബാക്കിയുള്ള കേടും ഞാൻ പിന്നെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ലഞ്ച് റെസിപ്പിയാണിത്. അതിലേക്ക് മല്ലിയില ലാസ്റ്റിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇതിൻ്റെ വേറെ ഒരു വേർഷൻ കൂടി ഉണ്ട്, ഞാൻ അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്